എത്ര സുരക്ഷ ഉണ്ടെങ്കിലും വല്ലപ്പോഴും ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളെക്കുറിച്ചാണ് ഇന്നത്തെ കഥ എന്ന് പറയാം. ജപ്പാനിലെ ഏറ്റവും ഭയാനകനായ തടവുകാരൻ സുസുക്കി ഇപ്പോൾ ജപ്പാനിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു. സുസുക്കി പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പല്ല് പറിച്ചെടുത്തു. കുറച്ച് സമയത്തിന് ശേഷം ഗാർഡുകൾ വീണ്ടും പരിശോധനയ്ക്കായി വന്നു. പക്ഷേ ഇത്തവണ സുസുക്കി രക്ഷപ്പെട്ടു. അവിടെ ആരുടെയെങ്കിലും സാന്നിധ്യം അവർ സംശയിച്ചു. പക്ഷേ ശുരുക്കി ഒരു പുതുമുഖമല്ലായിരുന്നു. അയാൾ വെളിച്ചം നോക്കാതെ അവിടെയും ഇവിടെയും ഒളിച്ചു. ഗാർഡ് വീണ്ടും ഐസൊലേഷൻ സെൽ പരിശോധിച്ചപ്പോൾ സുസുക്കി രക്ഷപ്പെട്ടുവെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഉടനെ ബാക്കിയുള്ള ഗാർഡുകളെ വിളിച്ചു. ശുരുക്കി മേൽക്കൂരയിൽ നിന്ന് ഓടുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. ജയിൽ സൈറണുകൾ ഉച്ചത്തിൽ മുഴുകാൻ തുടങ്ങി. പെട്ടെന്ന് കനത്ത മഴ തുടങ്ങി. 12 വർഷങ്ങൾക്ക് മുമ്പ് ചില തടവുകാരെ ജയിലിലേക്ക് കൊണ്ടുവന്നതിന്റെ പശ്ചാത്തല കഥയാണ് ഇത്. അവരിൽ ഒരാൾ സുസുക്കിയായിരുന്നു. 10 വർഷത്തെ തടവനുഭവിക്കാൻ അവിടെ വന്നതിനാൽ അയാൾ ഒന്നും സംസാരിച്ചില്ല. കാരണം അയാൾ ഉണ്മയായിരുന്നു എല്ലാവരും വിശ്വസിച്ചു. നെഞ്ചിൽ ഫുജി പർവ്വതത്തിന്റെ തലകീഴായി ടാറ്റു ഉണ്ടായിരുന്നു. ആ സമയത്തും ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സുജി പ്രശസ്തനായിരുന്നു. സുജിയെ ഇതുവരെ 3 തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്കൈലൈറ്റ് മാത്രമുള്ള ഒരു ചെറിയ മുറിയിലേക്ക് അദ്ദേഹം സ്കൈലൈറ്റ് ശ്രദ്ധപൂർവ്വം നോക്കി. അവന്റെ മനസ്സിൽ എന്തോ തീർച്ചയായും നടക്കുന്നുണ്ടായിരുന്നു. പുറത്തുള്ള ഗാർഡ് ജയിൽ വാർഡൻ മിസ്റ്റർ കഹാനി മൊറാസിയോട് പറഞ്ഞു സുസുക്കിക്ക് ഇത്തവണ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. പക്ഷേ അയാൾ ജനാലയിലൂടെ നോക്കിയ ഉടനെ സുസുക്കി അപ്രത്യക്ഷനായി. സുസുക്കിക്ക് ഒരു സാഹചര്യത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നഗരം മുഴുവൻ വളയാൻ വാർഡൻ ഉത്തരവിട്ടു. പക്ഷേ ഗാർഡുകൾ അയാളെ 20 മിനിറ്റിനുള്ളിൽ പിടികൂടി. സുസുക്കി എന്തിനാണ് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുവന്നതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. അതിനുശേഷം അയാൾ വീണ്ടും അതേ മുറിയിൽ തടവിലായി. പക്ഷേ ഇത്തവണ അയാളുടെ എളിമിൽ കൈവിലങ്ങ ഉണ്ടായിരുന്നു. ഒരു ഗാർഡ് അകത്തേക്ക് നോക്കിയപ്പോൾ സുസുക്കി ദേഷ്യത്തോടെ മുഖത്തൊരു ഷീറ്റ് ധരിച്ചുറങ്ങുകയായിരുന്നു. രണ്ടാം ഭാഗത്തിനായി ചാനൽ സന്ദർശിക്കുക.